എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴായി കിഴി റിവ്യൂ ആണ്. യെസ്, പ്രാവിൻകൂട് ഷാപ്പ് ഒരു കിഡു ടീമിന്റെ ഒരു സിനിമയാണ്. അതായത് പേര് പറയാനാണെങ്കിൽ വലിയ വലിയ താരങ്ങളുണ്ട്. അതെ, അത് കാസ്റ്റിംഗിലായാലും പിന്നണിയിലായാലും, അതെ, മുന്നണിയിലായാലും പിന്നണിയിലായാലും അതെ, വൻ ടീം തന്നെ, വൻ ടീമാണ്. നമ്മുടെ അൻവർ റഷീദിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ അറിയാലോ, പിന്നെ ഒന്നും മോശമായിട്ടില്ല. പിന്നെ ശ്രീരാജ് ശ്രീനിവാസനാണ് സിനിമേൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ. അതെ, ആളുടെ ആദ്യത്തെ സംഭവമാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ സംവിധായകൻ മലയാള സിനിമയിലെ ഒരു വേറെ ലെവൽ സംവിധായകനാവും. ഒരു അസറ്റായിരിക്കും മലയാള സിനിമയ്ക്ക്. അത്ര ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് കൊണ്ട് ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലെ ഒരു ഒരു സ്കൂൾ ബസ് സീനുണ്ട്, പിന്നെ ഒരു ബൈക്ക് സീനുണ്ട്. ഈ രണ്ട് സീനും മതി, ഞെട്ടി. സത്യം, എങ്ങനെ ഇത് മേക്ക് ചെയ്തെന്നുള്ള അത്ഭുതം. പിന്നെ ഇതിന്റെ അങ്ങനെ ആ മേക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ പറയണം, ഷൈജു ഖാലിദാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ അതിൻ്റെതായ ഒരു സംഭവം കൂടി അതിനകത്ത് ഉണ്ടാവും. അത് അത്ഭുതമല്ല. അതെ, അതിനകത്ത് പിന്നെ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഈ ലെവലിൽ ഒരു പരിപാടി നമ്മുടെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല കേട്ടോ. അതും ഇങ്ങനത്തെ ഈ സീനുകളിലുള്ള സംഭവങ്ങൾ അത് അത്ര ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നും എടുത്തു പറയേണ്ട സ്കൂൾ ബസിന്റെ സംഭവം കേട്ടോ. അത് ഒരു രക്ഷയില്ല, അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി തന്നെ. പിന്നെ പറയണം, നമ്മുടെ സൗബിൻ സാഗറാണ്. സൗബിനും ബേസിലുമാണ് ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത്. സൗബിൻ്റെ ക്യാരക്ടറും ആളുടെ പെർഫോമൻസും ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആള്. എന്നാൽ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടർ വളരെ മോശമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ആളുടെ പെർഫോമൻസും ചില സമയങ്ങളിൽ ഓക്കെയാണ്, ചില സമയങ്ങളിൽ ഭയങ്കര അളിപ്പ് പരിപാടിയായിട്ട് ഫീൽ ചെയ്തു. സത്യം, ചില സമയത്ത് ഇത്ര ഇന്റലിജന്റോ എന്ന് തോന്നിപ്പോ, ചില സമയത്ത് എന്തൊരു ചളിയാണോ സത്യമായിട്ട് നമ്മള്. അത് പിന്നെ ബേസിൽ മാത്രമല്ല കേട്ടോ, അത് ഡയലോഗ്സ്, അതായത് കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡയലോഗ്സ് ചീറ്റി പണ്ടടങ്ങിയിട്ടുണ്ട്. അത് താനി കൂതറ സാധനം. ഇത് ശരിക്കും ഇവർ ഉദ്ദേശിച്ച ഒരു സംഭവം, അതായത് മേക്കിങ്ങിന്റെ ഈ സംഭവങ്ങളൊക്കെ വിട്ടേക്ക് സിനിമയിലേക്ക് വരികയാണ്. ഇവർ ഉദ്ദേശിച്ച ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവരെങ്ങനെയാണോ ഈ സിനിമ പുറത്തു വിടുന്നത്, അതായത് കുറച്ച് കോമഡി രീതിയിൽ ഒരു ത്രില്ലർ സിനിമ, പക്ഷേ കോമഡി ഒന്നും വർക്കാവുന്നേ ഇല്ലായിരുന്നു. നല്ല ത്രില്ലർ എലമെന്റ്സ് ഉണ്ട്, പക്ഷെ അതിൽ ഈ കോമഡി ഉൾപ്പെടുത്തിയിട്ട് ഈ സീരിയസ്നെസ് ഉണ്ടല്ലോ അതിന്റെ, അതെ, അതങ്ങ് പോയി പോവാണ്. നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഹാഫ് ടൈം വരെ ഗംഭീര സാധനം. ശരിക്കും ഞങ്ങൾക്ക് ഹാഫ് ടൈം വരെ ഞങ്ങൾ ശരിക്കും പരിപാടി വേറെ ലെവലായിട്ടോ എന്നൊക്കെ തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ കയ്യിൽ നിന്നാകെ പോയിട്ടുണ്ട്. ഒരു സീന് മുതൽ മറ്റേ ബേസിനെ പിന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ ഫുള്ള് അളിയല്. പിന്നെ അൺവാണ്ടഡ് സീൻസ് ആയിട്ട് ഫീൽ ചെയ്തു. കുറേ സാധനം വെറുതെ ആവശ്യമില്ലാത്ത കുറേ സീനുകൾ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇതിനകത്ത് കാസ്റ്റിംഗ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൻ കാസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് ചെമ്പൻ വിനോദുണ്ട്, പിന്നെ നമ്മുടെ ചാന്ദിനി ഉണ്ട്, പിന്നെ നമ്മുടെ ആളുടെ പേര് മറന്നു പോവാണല്ലോടാ. നമ്മുടെ ഈ ഇതിലൊക്കെ വില്ലൻ, കൽക്കിയിലൊക്കെ വില്ലൻ, ആളുടെ ക്യാരക്ടർ സൂപ്പറായിട്ട് ഗംഭീര ഒരു ക്യാരക്ടർ. ആൾക്ക് കിട്ടിയിരിക്കുന്ന സീനുകളൊക്കെ ഭയങ്കര ടെറർ സാധനം. ആളെ കാണുമ്പോ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെ ഇതിനുള്ള ഒരു മുതലുണ്ട്. ആ ട്രെയിലറിൽ ഒരു പ്രത്യേക രീതിയിലാണ് ആളെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു വൈബിൽ തന്നെയാണ് അതിന്റെ ആ ക്യാരക്ടർ മൊത്തം സൂപ്പറായിട്ടുണ്ട്. അത് ആള് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പഴയ നമ്മുടെ സ്ഫടികം സിനിമ ഒരു വൈബൊക്കെ ഫീൽ ചെയ്യുന്നു. ഒരു നാടൻ എന്നാ വൻ അത്യാവശ്യം നല്ല ടീമും അങ്ങനത്തെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ ഈ ചളിന്റെ കാര്യത്തില് നമുക്ക് എടുത്തു പറയേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ആ ബൈക്ക് സീന്, അത് ഗംഭീരമായൊരു ട്രീറ്റ് ആണത്. പക്ഷെ ആ സമയത്ത് വളിപ്പ് കോമഡി അടിച്ചിട്ട് ആ തുടങ്ങുന്ന സമയത്ത് ശരിക്കും അത് എത്രത്തോളം സീരിയസ് ആവേണ്ട ഒരു സീനായിരുന്നു അറിയോ, നമുക്കത് കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് പല സമയങ്ങളിലും. ഇവര് ശരിക്കും ഡാർക്ക് ഹ്യൂമർ കുറെ യൂസ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും നമുക്ക് വർക്കായിട്ടില്ല കേട്ടോ. എന്തിനാണ് ഇപ്പൊ അതവിടെ അതെ അത്ര ഭീകരമായ സീനുകളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇങ്ങനത്തെ അളിഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ട് തോന്നി. പിന്നെന്താ പറയുക, ഇതിന്റെ BGM അത് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്ണു വിജയാണ് BGM മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആള് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി എല്ലാം മികച്ച തന്നെയാണ്. അതുകൊണ്ടാണ് എഡിറ്റിംഗ് ഷാഫിഖി മുഹമ്മദ് അങ്ങനെ എന്താ പറഞ്ഞിട്ട് ആളാണ്.
ഇതിനകത്ത് അതാണ് ഞങ്ങൾ എടുത്തു പറയാൻ കാരണം, ഈ ഒരു ഡയറക്ടർ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇത്ര ഭീകരമായിട്ട് മേക്കിംഗ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇയാള് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള സിനിമ ആയിരിക്കും ചെയ്യാൻ പോകണം. ശരിക്കും ആള് നോക്കിക്കോ വലിയൊരു ഡയറക്ടറാവും തീർച്ചയായിട്ടും. കാരണം അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആൾക്ക്, യെസ്, ഗംഭീര ഡയറക്ടറാവും. പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ നമുക്ക് അങ്ങ് ശരിയായ രീതിയിൽ അങ്ങ് വർക്കായിട്ടില്ല, നമുക്ക് പറ്റിയിട്ടില്ല. സത്യമായിട്ടും ഉള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫിന് ശേഷം അതെ പടം അങ്ങ് ഒട്ടും ഇതായില്ല. ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുപോയിട്ട് എന്താണ് കാണിച്ചേക്കുന്നത് ഒട്ടും കൺവിൻസിങ് അല്ല. അത് നമുക്ക് തന്നെ തോന്നി ഇവരെന്താണ് ഈ ചെയ്തു വെക്കുന്നത് തോന്നിപ്പോ. ഇത് എങ്ങനെ ഇന്ന ക്യാരക്ടർ ഇത് അറിഞ്ഞു എന്ന് നമുക്ക് തോന്നിപ്പോകും. ശരിക്ക് സ്ക്രിപ്റ്റ് വായിച്ചതുകൊണ്ട് മനസ്സിലായതായിരിക്കും എന്നൊക്കെയാണ് നമുക്ക് തോന്നിയത്, അല്ലാതെ സിനിമയിൽ കണ്ടെത്തുന്നില്ല. സത്യമായിട്ട് അഭിനയിച്ച ആൾക്ക് അത് ആ സ്ക്രിപ്റ്റ് വായിച്ച് ചെയ്തതായതുകൊണ്ട് ആൾക്കറിയായിരിക്കും ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഞാനിത് കണ്ടുപിടിച്ചിട്ടുള്ളത്. പക്ഷെ സിനിമ കാണുന്നവർക്ക് ചോദ്യം ഇതായിരിക്കും, അയാൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി കിടന്ന് ഓടുകയാണ്, മൂപ്പര് സിമ്പിളായിട്ട് സംഭവം കണ്ടുപിടിച്ചു. അതൊക്കെ ഭയങ്കര അതെങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. എന്തൊക്കെയാണെങ്കിലും എന്താ പറയാ, ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ഈ സാധനം ഇത്രയും ഗംഭീരമായിട്ട് നമ്മൾ മുന്നോട്ട് വരും. ആളെ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു വെടിച്ചില് ത്രില്ലർ സിനിമ കിട്ടിയാണ്. ഇതിപ്പോ ത്രില്ലറും അല്ല, ഒരു കോമഡി അല്ല, ആ ലെവലിലേക്ക് അങ്ങ് ഇതായി പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴും എടുത്തു പറയുന്നു ഇതിന്റെ മേക്കിംഗ് ഗംഭീരമാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി, BGM, മ്യൂസിക്, പിന്നെ ആരാണോ ഫൈറ്റ് ചെയ്തത്, ഒരു ഫൈറ്റ് ഉണ്ട് ഒരു ഷാപ്പിലെ, അത് ഗംഭീര സാധനം. ഫൈറ്റ് ചെയ്ത് ആരാന്ന് കറക്റ്റ് അറിഞ്ഞൂടാ കേട്ടോ. അതുകൊണ്ട് ശരിക്ക് നാടനാണോ എന്ന് ചോദിച്ചാൽ നാടൻ തല്ലാണ് എന്നല്ല, അതല്ല അതിനകത്ത് എന്നാ നമ്മുടെ ഇപ്പത്തെ രീതിയിലുള്ള ഒരു സാധനം ഉണ്ട് താനും. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ഗംഭീര ലൊക്കേഷൻസ് ആണ്. പിന്നെ സമീപനം, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇത് കുറച്ച് കോമഡി രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് തന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. സീരിയസ് ആയിട്ടായിരുന്നെങ്കിൽ ഒരു സീരിയസ് സാധനം ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. അതെ, അതിനുള്ള കഴിവുണ്ട്. അതെ, കാരണം ചില സീനുകളൊക്കെ അങ്ങനത്തെ ലെവലിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് ഹാഫിൽ തരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ സീനുകൾ, അത് ഗംഭീര സാധനം. അതൊക്കെ ചില പ്രോപ്പർട്ടീസ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് സൗണ്ട്, പിന്നെ അതിനുശേഷം സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് സൂപ്പറാണ്, ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു. ആർട്ടും സൂപ്പറാണ്. പിന്നെ കുറ്റി താഴ്ത്തുന്നതും പൊക്കുന്നതും അതിന്റെയൊക്കെ സൗണ്ടും അത് വരുന്നതും ട്രാൻസിഷൻസും ഒക്കെ അടിപൊളിയാണ് ഓരോ സീനിൽ നിന്നുള്ള. എന്താണെങ്കിലും നല്ലൊരു സാധനം ഇറക്കാമായിരുന്നു തോന്നിയിട്ടോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അതായത് ഈ കോമഡി സാധനം എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ അതായത് കുറച്ചൊക്കെ ആവായിരുന്നു. മറ്റുള്ള മൊത്തത്തിൽ അങ്ങോട്ട് അളിഞ്ഞു പറയുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന അങ്ങനത്തെ കുറെ അളിഞ്ഞ സംഭവങ്ങൾ അങ്ങ് മാറ്റി വെച്ചായിരുന്നെങ്കിൽ ഒരു ഗംഭീര ഐറ്റം കിട്ടിയത്. ടൈലന്റിങ് ഒക്കെ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. സത്യം. എന്തായാലും എടുത്ത് പറയാനുള്ളത് ആ ബസ്, സ്കൂൾ ബസ്സിന്റെ അത് ആര് തിയേറ്ററിൽ കണ്ടാലും അവർക്കൊക്കെ അത്ഭുതമായി തോന്നും. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് സിനിമ ഒരു ആവറേജിന്റെ താഴെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ എന്താണെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ റേറ്റിംഗ് 5.5 ഔട്ട് ഓഫ് 10. യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. സിനിമ കണ്ടവർ എന്തായാലും അഭിപ്രായങ്ങൾ പറയാം. ബൈ.